നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഇന്നുവരെ എൻ്റെ നാമത്തിൽ അപേക്ഷിച്ചിട്ടില്ല. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും നിങ്ങൾക്ക് ലഭിക്കും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ലെന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും ഈ ആശയം യേശു പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഈ ശിഷ്യന്മാർ കഴിഞ്ഞ 3.5 വർഷം പ്രാർത്ഥിച്ചില്ലെന്നല്ല യേശു പറയുന്നത്. തീർച്ചയായിട്ടും അവർ പ്രാർത്ഥിച്ചു. അവരാണല്ലോ യേശുവിനോട് പറഞ്ഞത്, ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം. അപ്പോഴാണല്ലോ യേശു സ്വർഗസ്വനായ പിതാവേ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. യേശു ഗെത്സമനയിൽ അവരെ കൂട്ടിക്കൊണ്ടുപോയത് തന്നോടുകൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ യേശു പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ഇതുവരെ പ്രാർത്ഥിച്ചില്ല എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് ഇവർ പിതാവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവസാനം പുത്രൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞില്ല എന്നാണ്. അതായത് പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം എന്ന് ബൈബിൾ പറയുമ്പോൾ, അത് പഠിപ്പിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ ആളുകളുടെ ധാരണ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവസാനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ പുത്രൻ്റെ നാമത്തിൽ എന്ന് പറയണമെന്നാണ്. ചില ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഒരിക്കൽ ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ഒരു പ്രായമുള്ള ആൾ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഞാൻ ആമേൻ പറഞ്ഞില്ല കേട്ടോ എന്ന്. ഞാൻ ചോദിച്ചു, അതെന്താണ്? കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എന്നല്ലേ പറഞ്ഞത്? അതെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് വേണം പറയാൻ. അപ്പം ഞാൻ സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പ്രാർത്ഥനയുടെ അവസാനം യേശുവിൻ്റെ നാമത്തിലെന്നോ കർത്താവായ യേശുവിൻ്റെ നാമത്തിലെന്നോ പുത്രൻ്റെ നാമത്തിലെന്നോ രക്ഷിതാവിൻ്റെ നാമത്തിലെന്നോ ഏകജാതൻ്റെ നാമത്തിലെന്നോ പറയുക എന്നുള്ളതല്ല കർത്താവ് ഉദ്ദേശിച്ചത്. നാമം എന്താണ്? നാമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാവും. നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വവും ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ്. അതായത് പിതാവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ പിതാവ് സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, സൃഷ്ടാവാണ്, രക്ഷിതാവാണ്, പരിപാലകനാണ്, ന്യായാധിപനാണ്, ആരാധ്യനാണ്. പിതാവ് സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയും സർവശക്തനുമാണ്, സ്നേഹവാനാണ്, പിന്നെ കരുണയുള്ളവനാണ്, പിന്നെ ഇതൊക്കെ വിശുദ്ധനാണ്, സത്യമാണ്. ഇതാണ് ദൈവത്തിൻ്റെ സാരാംശം, പിതാവിൻ്റെ ദൈവത്വം. പിതാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ക്ഷമയും അല്ലെങ്കിൽ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചു. സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ദൈവം കൃപയാൽ ഒരു കാര്യം ചെയ്യാൻ തയ്യാറായി. തൻ്റെ കൃപയാൽ ഒരു വീണ്ടെടുപ്പ് ഒരുക്കാൻ തയ്യാറായി. അതാണ് പിതാവിൻ്റെ നാമം. പുത്രൻ്റെ നാമം എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ ദൈവത്വവും പുത്രൻ്റെ ശുശ്രൂഷയും. പുത്രൻ്റെ ദൈവത്വം പിതാവിന് തുല്യമാണ്. സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനും ന്യായാധിപനും സർവശക്തനും സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയും വിശുദ്ധനും സ്നേഹവാനും കരുണയുള്ളവനും സത്യവും. ഒരു മാറ്റവുമില്ല, ഒരു കുറവുമില്ല, തുല്യം. എന്നാൽ ശുശ്രൂഷയ്ക്ക് വ്യത്യാസമുണ്ട്. അവിടുന്ന്
ദൈവമായിരിക്കെ, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി. മനുഷ്യന്റെ നരകം കുരിശിൽ അനുഭവിക്കുവാൻ അങ്ങനെ രക്ഷാമാർഗം ഒരുക്കാൻ തയ്യാറായി. പക്ഷെ തൻ്റെ പ്രവൃത്തി തീർന്നില്ല. താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് താൻ ദൈവത്തിന് ശക്തിയോട് തെളിയിച്ചു. 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. എന്തിന്? തന്നെ രക്ഷകനായി സ്വീകരിച്ചവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ, അവരുടെ ആത്മീകവും ഭൗമികവുമായ നന്മകൾക്ക് വേണ്ടി പിതാവിനോട് യാചിക്കാൻ, പിതാവിനോട് മധ്യസ്ഥത യാചിക്കാൻ, അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുകയാണ്. അതാണ് പുത്രന്റെ നാമം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ നാമം പിതാവിനും പുത്രനും തുല്യം ദൈവത്വം. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് യേശുവിനാൽ രക്ഷിക്കപ്പെട്ട, യേശുവിനെ കൈക്കൊള്ളാൻ ആളുകൾക്ക് ബോധം നൽകുന്നു, കൈക്കൊള്ളുന്ന ആളുകളെ ശുദ്ധീകരിച്ച് അവർക്ക് കൂട്ടായ്മ നൽകുന്നു. ഇത് തന്നെയാണ് ആശീർവാദ നാമത്തിലുള്ളത്. പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. അപ്പോൾ ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ പ്രാർത്ഥിച്ചില്ല, എൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പീൻ, നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ, എൻ്റെ നാമം എന്ന് പറയുന്നത് എൻ്റെ ദൈവത്വവും ശുശ്രൂഷയും. എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് നിങ്ങൾക്കായി ഞാൻ കുരിശിൽ മരിക്കും, ഞാൻ അടക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കും, സ്വർഗാരോഹണം ചെയ്യും, പിതാവിൻ്റെ വലത്തുഭാഗത്ത് പോയി ഞാൻ നിങ്ങൾക്കായി പക്ഷപാതം ചെയ്യും. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ നാമം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഇതെല്ലാം വിശ്വസിക്കുക എന്നുള്ളതാണ്. അതായത് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ പത്രോസ് യോഹന്നാനും ചെന്നപ്പോൾ ഒരു മുടന്തൻ ഭിക്ഷ ചോദിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കില്ല, യേശുക്രിസ്തുവിന് നാമമുണ്ട്. യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണ്. അവനത് വിശ്വസിച്ചു. അവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു, കാലും നെരിയാണി ഉറച്ചു. അവൻ നടന്നും തുള്ളിയും ദേവാലയത്തിൽ കടന്നു. ആളുകൾ ഓടി വന്നു. പത്രോസ് പറഞ്ഞു, അത്ഭുതത്തോടെ ഞങ്ങളെ നോക്കുന്നത് എന്തിനാ? ഞങ്ങൾ നിങ്ങളെപ്പോലെ സാമാന്യരായ മനുഷ്യരാണ്. എന്നാൽ നിങ്ങൾ അറിയുന്ന ഈ മനുഷ്യൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിലെ വിശ്വാസത്താലാണ് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത്. അവൻ്റെ വിശ്വാസത്താൽ, ഞങ്ങളുടെ വിശ്വാസത്താലല്ല, അവൻ്റെ വിശ്വാസത്താൽ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു ദൈവമായവൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് ദൈവത്വം തെളിയിച്ച ശേഷം കുരിശിൽ യാഗമായി അടക്കപ്പെട്ട ശേഷം ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് തന്നിൽ വിശ്വസിക്കുന്നവരുടെ ആത്മീയവും ഭൗമികവുമായ നന്മ ഉറപ്പാക്കാൻ പക്ഷപാതം ചെയ്യാൻ ജീവിക്കുന്നു. അതിൽ വിശ്വസിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ പിതാവിനോട് പറയേണ്ടത്, അങ്ങയുടെ പുത്രനെ അയച്ചത് എനിക്ക് വേണ്ടിയാണല്ലോ, എനിക്കായിട്ടാണല്ലോ അവൻ കുരിശിൽ മരിച്ചത്, അടക്കപ്പെട്ട് ഉയർത്തത്, എനിക്കായിട്ടാണല്ലോ അങ്ങയുടെ വലത്തു ഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നത്. അതുകൊണ്ട് ആ പുത്രൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ യാചിക്കുന്നതൊക്കെ എനിക്ക് പിതാവിനോട് ചോദിച്ച് സാധിപ്പിച്ചു തരാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴാണ് അതിനുത്തരവുണ്ടാകുന്നത്, അനുഗ്രഹമുണ്ടാകുന്നത്. നിർഭാഗ്യവശാൽ പല ആളുകൾക്ക്, എനിക്കിതാദ്യം അറിഞ്ഞുകൂടായിരുന്നു, പിന്നീടാണ് എനിക്കത് ബോധ്യമായത്. അതുകൊണ്ട് കർത്താവായ യേശു എൻ്റെ ആത്മീയവും ഭൗമികവുമായ നന്മയ്ക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നല്ലോ. എൻ്റെ കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും ക്ഷമിക്കണം. എൻ്റെ ആഗ്രഹങ്ങളും ഭാരങ്ങളും ഇതാണ്, എൻ്റെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ ഇതാണ്, എന്നെ സഹായിക്കണം. പുത്രൻ എനിക്കായിട്ടാണല്ലോ അങ്ങയുടെ വലത്തുഭാഗത്ത് ജീവിക്കുന്നത്. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് സമ്മതിക്കുന്നു എന്ന വിശ്വാസത്തോടെ അത് പിതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയാകണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പുത്രൻ്റെ നാമത്തിൽ എന്നൊരു വേമ്പൊടി കടുക് വറക്കുന്നത് പോലെ അവസാനം അത് വളരെ പണ്ഡിതോചിതമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെന്ന് പറയുകയോ, അല്ലെങ്കിൽ പുത്രൻ്റെ നാമത്തിലെന്ന് പറയുകയോ, രക്ഷിതാവിൻ്റെ നാമത്തിലെന്ന് പറയുകയോ, അല്ലെങ്കിൽ ചെല്ലു പറഞ്ഞ പോലെ യേശുവിൻ്റെ നാമത്തിലെന്ന് പറയുകയോ, അതൊന്നും അല്ല. യേശുവിൻ്റെ നാമമെന്നോ പുത്രൻ്റെ നാമമെന്നോ അല്ലെങ്കിൽ അതൊന്നും അല്ല. പിന്നെ കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷ, പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് അവൻ പക്ഷപാതം കഴിയുകയാണ്. ഞാൻ അതിൽ ആശ്രയിക്കുന്നു. ആ മുടന്തൻ, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലെങ്കിൽ മുടന്തൻ യേശുവിൻ്റെ നാമത്തെ വിശ്വസിച്ചതുപോലെ, അതിൽ ആശ്രയിച്ചതുപോലെ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിച്ച്, നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് യേശു ഉദ്ദേശിച്ചത്. നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ
ഞാൻ നിങ്ങൾക്കായി മരിക്കുമെന്നോ അടക്കപ്പെടുമെന്നോ ഉയർത്തെഴുന്നേൽക്കുമെന്നോ സ്വർഗ്ഗാരോഹണം ചെയ്യുമെന്നോ പിതാവിൻ്റെ വലത്തുഭാഗത്ത് പോയിരുന്ന് മധ്യസ്ഥത ചെയ്യുമെന്നോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവിനോട് വാദിക്കും, പിതാവിനോട് നിങ്ങൾ ആവശ്യപ്പെടും, പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാനത് സാധിപ്പിച്ചു തരും എന്നാണ്. ഈ തിരിച്ചറിവ് കർത്താവ് നമുക്ക് സമ്മാനിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.